ഇരിമ്യാവ് 38 അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. കൽദരുടെ അടുക്കൽ ചെന്ന് ചേരുന്നവനോ ജീവനോടിരിക്കും. അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. അവൻ ജീവനോടിരിക്കും എന്ന് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഈ നഗരം നിശ്ചയമായി ബാബേൽ രാജാവിന്റെ സൈന്യത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ അതിനെ പിടിക്കും എന്നും ഇരിമ്യാവ് സകല ജനത്തോടും പ്രസ്താവിച്ച വചനങ്ങളെ മദ്ദാന്റെ മകനായ സഫത്യാവും പസ്ഹൂരിന്റെ മകനായ ഗദല്യാവും സെലേമ്യാവിന്റെ മകനായ യൂക്കലും മലിക്യാവിന്റെ മകനായ പസ്ഹൂരും കേട്ടിട്ട് പ്രഭുക്കന്മാർ രാജാവിനോട്, ഈ മനുഷ്യൻ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നുകൊണ്ട് അവനെ കൊന്നു കളയണമേ. ഈ മനുഷ്യൻ ഈ ജനത്തിന്റെ നന്മയല്ല തിന്മയത്രേ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. സിദീക്കിയ രാജാവ്, ഇതാ അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് കഴിവില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ ഇരിമ്യാവെ പിടിച്ച് കാവൽ പുരമുറ്റത്തെ രാജകുമാരനായ മലിക്യാവിനുള്ള കുഴിയിൽ ഇറക്കി. കയറുകൊണ്ടായിരുന്നു അവർ ഇരിമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. ഇരിമ്യാവ് ചെളിയിൽ താണു. അവർ ഇരിമ്യാവെ കുഴിയിൽ ഇട്ടുകളഞ്ഞെന്ന് രാജഗൃഹത്തിലുണ്ടായിരുന്ന ക്രൂശനായ ഏബേദ് മെലേക്ക എന്ന ഷണ്ഡൻ കേട്ടു. അന്ന് രാജാവ് ബെനാമിൻ വാതിക്കൽ ഇരിക്കുകയായിരുന്നു. ഏബേദ് മെലേക്ക രാജഗൃഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു. യജമാനായ രാജാവേ, ഈ മനുഷ്യർ ഇരിമ്യാ പ്രവാചകനോട് ചെയ്തതൊക്കെയും അന്യായമത്രേ. അവർ അവനെ കുഴിയിലിട്ട് കളഞ്ഞു. നഗരത്തിൽ അപ്പമില്ലായ്ക്കാൽ അവൻ അവിടെ പട്ടിണി കിടന്ന് ചാകുകയുള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് ക്രൂശനായ ഏബേദ് മെലേക്കിനോടും, നീ ഇവിടുന്ന് 30 ആളുകളെ കൂട്ടിക്കൊണ്ട് ചെന്ന് ഇരിമ്യാ പ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഏബേദ് മെലേക്ക ആ ആളുകളെ കൂട്ടിക്കൊണ്ട് രാജഗൃഹത്തിൽ ഭണ്ഡാരമുറിക്ക് കീഴെ ചെന്ന് അവിടെ നിന്ന് പഴം തുണിയും കീറ്റ തുണിക്കണ്ടങ്ങളും എടുത്ത് കുഴിയിൽ ഇരിമ്യാവിന് കയർ വഴി ഇറക്കിക്കൊടുത്തു. ക്രൂശനായ ഏബേദ് മെലേക്ക ഇരിമ്യാവോട്, ഈ പഴയ തുണി കീറ്റ തുണിക്കണ്ടങ്ങളും നിന്റെ കഷങ്ങളിൽ വെച്ച് അതിനു പുറമെ കയറിട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. ഇരിമ്യാവ് അങ്ങനെ ചെയ്തു. അവർ ഇരിമ്യാവെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി. ഇരിമ്യാവ് കാവൽ പുരമുറ്റത്ത് പാർത്തു. അതിന്റെ ശേഷം സിദീക്കിയ രാജാവ് ആളയച്ച് ഇരിമ്യാ പ്രവാചകനെ യഹോവയുടെ ആലയത്തിലെ 3-ാം പ്രവേശനത്തിങ്കിൽ തന്റെ അടുക്കൽ വരുത്തി. രാജാവ് ഇരിമ്യാവോട്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നു, എന്നോടൊന്നും മറച്ചു വെക്കരുത് എന്ന് കൽപ്പിച്ചു. ഇരിമ്യാവ് സിദീക്കിയാവോട്, ഞാനത് ബോധിപ്പിച്ചാൽ എന്നെ കൊല്ലുകയില്ലയോ? ഞാനൊരു ആലോചന പറഞ്ഞു തന്നാൽ എന്റെ വാക്ക് കേൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. സിദീക്കിയാവ് രാജാവ്, ഈ പ്രാണനെ സൃഷ്ടിച്ചെന്ന യഹോവയാണ്, ഞാൻ നിന്നെ കൊല്ലുകയില്ല. നിനക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്ന ഈ മനുഷ്യരുടെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയുമില്ല എന്ന് ഇരിമ്യാവോട് രഹസ്യമായി സത്യം ചെയ്തു. എന്നാറേ ഇരിമ്യാവ് സിദീക്കിയാവോട്, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെന്നാൽ നിനക്ക് പ്രാണരക്ഷയുണ്ടാകും. ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയുകയുമില്ല. നീയും നിന്റെ ഗ്രഹവും ജീവനോടിരിക്കും. നീ ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെല്ലാഞ്ഞാലോ ഈ നഗരം കൽദരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അതിനെ തീ വെച്ച് ചുട്ടുകളയും. നീ അവരുടെ കയ്യിൽ നിന്ന് തെറ്റി ഒഴിയുകയുമില്ല എന്ന് പറഞ്ഞു. സിദീക്കിയ രാജാവ് ഇരിമ്യാവോട്, കൽദയർ എന്നെ അവരുടെ പക്ഷം ചേർത്തിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ എന്നെ അപമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിന് ഇരിമ്യാവ് പറഞ്ഞത്, അവർ നിന്നെ ഏൽപ്പിക്കയില്ല. ഞാൻ ബോധിപ്പിക്കുന്ന യഹോവയുടെ വചനം കേൾക്കണമേ. എന്നാൽ നിനക്ക് നന്നായിരിക്കും. നിനക്ക് പ്രാണരക്ഷയുണ്ടാകും. പുറത്തു ചെല്ലുവാൻ നിനക്ക് മനസ്സില്ലെങ്കിലോ യഹോവ വെളിപ്പെടുത്തി തന്ന അരുളപ്പാടാവിത്: യെഹൂദാ രാജാവിന്റെ അരമനയിൽ ശേഷിച്ചിരിക്കുന്ന സകല സ്ത്രീകളും പുറത്ത് ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പോകേണ്ടി വരും. നിന്റെ ചങ്ങാതിമാർ നിന്നെ വശീകരിച്ചു തോൽപ്പിച്ചു. നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ പിന്മാറിക്കളഞ്ഞു എന്ന് അവർ പറയും. നിന്റെ സകല ഭാര്യമാരെയും മക്കളെയും പുറത്ത് കൽദരുടെ അടുക്കൽ കൊണ്ടുപോകും.
നീയും അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേ രാജാവിന്റെ കയ്യിൽ അകപ്പെടും. ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയുന്നതിന് നീ ഹേതുവാകും. സിദിക്കാവ് ഇരിമ്യാവോട് പറഞ്ഞത്, ഈ കാര്യം ആരും അറിയരുത്, എന്നാൽ നീ മരിക്കയില്ല. ഞാൻ നിന്നോട് സംസാരിച്ച പ്രകാരം പ്രഭുക്കന്മാർ കേട്ടിട്ട് നിന്റെ അടുക്കൽ വന്നു. നീ രാജാവിനോട് എന്ത് സംസാരിച്ചു ഞങ്ങളോട് പറക. ഒന്നും മറച്ചു വെക്കരുതേ, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല. രാജാവ് നിന്നോട് എന്ത് സംസാരിച്ചു എന്നിങ്ങനെ ചോദിച്ചാൽ നീ അവരോട്, യോനാഥന്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടേന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ എന്ന് ഞാൻ രാജസന്നിൽ സങ്കടം ബോധിപ്പിക്കുകയായിരുന്നു എന്ന് പറയണം. സകല പ്രഭുക്കന്മാരും ഇരിമ്യാവിന്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചാറേ, അവൻ രാജാവ് കൽപ്പിച്ച ഈ വാക്കുപോലൊക്കെയും അവരോട് പറഞ്ഞു. അങ്ങനെ കാര്യം വെളിവാക്കാത്തോണ്ട് അവർ ഒന്നും മിണ്ടാതെ അവനെ വിട്ടുപോയി. യെരുശലേം പിടിച്ച നാൾ വരെ ഇരിമ്യാവ് കാവൽ പുരമുറ്റത്ത് പാർത്തു. യെരുശലേം പിടിച്ചപ്പോഴോ അവൻ അവിടെ തന്നെ ആയിരുന്നു.